ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള ബിസിനസ് തീരുമാനങ്ങളോ പ്രൊഫഷണൽ ആയിട്ടുള്ള തീരുമാനങ്ങളോ എടുക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടാറുണ്ടോ? എന്താ ചെയ്യേണ്ടതെന്നറിയാത്തൊരു മരവിപ്പ് നിങ്ങളെ പിടികൂടാറുണ്ടോ? ഞാൻ ഓയിച്ച് റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. ഓർക്കുക, ഇത് നിങ്ങളുടെ കഴിവ് കേടല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ എനർജി സെന്ററുകൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്നതിന്റെ ലക്ഷണമാണത്. പൗരാണികമായ ഇന്ത്യൻ ശാസ്ത്രം മനുഷ്യ ശരീരത്തിലെ അതിശക്തമായ ഊർജ കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുന്നത് ആധുനിക ന്യൂറോ സയൻസ് അതിനെ നമ്മുടെ നാഡീവ്യൂഹമായും നമ്മുടെ വയറിന്റെ മുകളിലുള്ള സോളാർ പ്ലെക്സ് പോലുള്ള ഭാഗങ്ങളുമായും ബന്ധിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഭയത്തിലോ സങ്കോചത്തിലോ ജീവിക്കുമ്പോൾ മൃഗീയമായ ആ പഴയ തലച്ചോറ് ഈ ഊർജ കേന്ദ്രങ്ങളെ ബ്ലോക്ക് ചെയ്യാണ്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ കുടിക്കൊള്ളുന്ന ആ അപാര സൃഷ്ടാവിനെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഈ എനർജി സെന്റർ പൂർണ്ണമായും തുറക്കപ്പെടും. അവിടെ നിന്ന് അതിശക്തമായ ജീവോർജം ഒഴുകാൻ തുടങ്ങും. വലിയ വ്യവസായികൾ കോടിക്കണക്കിന് രൂപയുടെ തീരുമാനങ്ങൾ ഒരു സങ്കോചവുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ നിഷ്പ്രയാസം എടുക്കുന്നത് അവരുടെ ഈ ഊർജ കേന്ദ്രങ്ങൾ എപ്പോഴും തുറന്നിരിക്കുന്നത് കൊണ്ടാണ്. അത് ഇവിടെ ഇങ്ങനെ ഭയം വരില്ല എന്നർത്ഥം. ഇവിടെ ഒരു കാളൽ എന്നൊക്കെ പറയില്ല. അവർ ഈ വലിയ തീരുമാനങ്ങൾ കോടിക്കണക്കിന് ബില്യൺ ട്രില്യൻ്റെ ഒക്കെ ഒപ്പം കൂടെ ഇടില്ലേ, ആ സമയത്തുള്ള അവരുടെ ഉത്തരവാദിത്തം, അവരുടെ ആ ഭയപ്പാട്, ചെറിയൊരു പൈസയുടെ കാര്യത്തിൽ വരെ സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടെന്താ നിങ്ങൾക്കറിയാലോ. അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ ഭയത്തിൽ നിന്നല്ല, മറിച്ച് ഈ എനർജി സെന്ററുകളുടെ, ഈ വയറിൻ്റെ ഭാഗത്തുള്ള ആ ഊർജ്ജ കേന്ദ്രത്തിൻ്റെ ഗാംഭീര്യത്തിൽ നിന്നാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ദുർബലതകൾ മറികടന്ന് ഈ ഊർജ കേന്ദ്രങ്ങളെ ഉണർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ 3 കാര്യങ്ങൾ ഒന്ന് പരിശീലിക്കുക. ഒന്ന്, നിങ്ങളുടെ ശരീരഭാഷയിൽ തന്നെ ആ ഗാംഭീര്യം വേണം. തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ ബിസിനസ് മീറ്റിങ്ങുകളിലൊക്കെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ച് എപ്പോഴും വിരിഞ്ഞിരിക്കണം. ബിസിനസ് മീറ്റിംഗ് വരുമ്പോൾ ഓപ്പണായിട്ടിരിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കണം. നിങ്ങൾ ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം ഈ ഭാഗത്തേക്ക് ചെല്ലുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് ഇവിടെ ഇങ്ങനെ ഒന്നുന്നുണ്ട്, ഇവിടെ കിടന്നൊരു ഊർപ്പല്ല. ഓക്കെ, ആഴത്തിലുള്ള ശ്വാസം, ശാന്തമായ ശ്വാസം, ശാന്തമായിട്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ ഈ താഴേക്ക് ഇങ്ങനെ ശ്വാസം പോകുന്നുണ്ട് ഉറപ്പുവരുത്തുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ശരീരം ഒന്ന് ശാന്തമാക്കിയതിനർത്ഥം. ദാറ്റ്സ് ഓക്കെ, കൂൾ. ഇങ്ങനെ ചെയ്തെന്താ ഗുണം എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കും, നിങ്ങൾക്ക് എന്നിട്ടൊരു അധികാരഭാവം നൽകുകയും ചെയ്യും. ഈ രണ്ടാമത്തെ കാര്യം പറയട്ടെ, ആലോചിക്കരുത്. 3 സെക്കൻഡ് റൂൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ടെൻഷനുള്ള ഒരു കാര്യം ചെയ്യാൻ നിൽക്കാന്നുണ്ടെങ്കിൽ അധികം ചിന്തിക്കാൻ നിൽക്കണ്ട, ഒരു കാര്യമില്ല. നമ്മൾ ഒരുപാട് ചിന്തിച്ചെടുത്ത തീരുമാനങ്ങളും പൊട്ടിപ്പോയിട്ടുണ്ട്, ചിന്തിക്കാത്ത എടുത്ത തീരുമാനങ്ങൾ വിജയിച്ചിട്ടുമുണ്ട്. അതായത് നിങ്ങളുടെ ബിസിനസ്സിലൊരു തീരുമാനം എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഊർജ്ജം ഒരു സിഗ്നൽ നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ 3 സെക്കൻഡിനുള്ളിൽ ആക്ഷൻ എടുക്കണം. ഫോൺ എടുക്കുക, വിളിക്കുക, അല്ലെങ്കിൽ ചെക്കിൽ അങ്ങൊപ്പിടുക. അമിതമായി ചിന്തിച്ചാൽ എന്താ വെച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ ആ പഴയ പേടിയിലേക്ക്, ഇത് കാട്ടിൽ ജീവിച്ച ബ്രെയിനാ അറിയാലോ, ആ പഴയ മൃഗീയ ഭയത്തിലേക്ക് അത് നിങ്ങളെ കൊണ്ടുപോകും. അതിനെ അനുവദിക്കരുത്. മനസ്സ് പറയാണ് ചെയ്യടോ എന്ന് പറഞ്ഞാൽ അങ്ങ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. മൂന്നാമത്തത്, നിങ്ങൾക്കുള്ളിലെ അസ്വസ്ഥതകളെ ഫോക്കസ് ആക്കി മാറ്റുക. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടാവില്ലോ, അതുപോലെ പിരിമുറുക്കം, അല്ലേ, വല്ലാത്തൊരു പിരിമുറുക്കമൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഭയം എന്നതിനെ ലേബൽ ചെയ്യരുത്. അത് വലിയൊരു കുതിപ്പിന് മുമ്പ് നിങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിറയുന്ന ഇന്ധനമാണത്. ഭയം എന്ന് പറഞ്ഞാൽ എന്താ? നിലഹാട്ട് കൂടി ശ്വാസോച്ഛ്വാസം കൂടി നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. നിങ്ങളൊരു വലിയ കുതിപ്പിന് വേണ്ടി തയ്യാറെടുപ്പിക്കുകയാണ്. ആ ഇന്ധനം ഉപയോഗിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ഇവിടെ ഒന്നുമില്ലാതെ ജീവിച്ച് തീർക്കേണ്ടവരല്ല. സകലതിനെയും നിയന്ത്രിക്കാനുള്ള അപാര ശക്തി നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട്. അത് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഉള്ളിൽ ദൈവം കുടികൊള്ളുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നാറില്ലേ? ലോകമെമ്പാടുമുള്ള വൻകിട ബിസിനസ് സംരംഭകരും വ്യവസായ പ്രമുഖരും ഉയർന്ന ചിന്താഗതിയുള്ള പ്രൊഫഷണൽസും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾക്കായി എൻ്റെ പരിശീലനത്തിൽ പങ്കെടുക്കാറുണ്ട്. IEAS, ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം. എല്ലാ ദിവസവും രാവിലെ 7:30 ഇന്ത്യൻ ടൈമിൽ. ഇവിടെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ജീവോർജത്തെ ഈ ലോകം കീഴടക്കാനുള്ള ഇന്ധനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. എനിക്കിനി ഒളിക്കാൻ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ധൈര്യത്തോടെ ഈ ലോകത്തേക്ക് നിങ്ങൾ ഇറങ്ങിയാലുണ്ടല്ലോ, നിങ്ങളെ കാത്തിരിക്കുന്നത് അതിരുകളില്ലാത്ത ഒരു സാമ്രാജ്യമാണ്. അതിലേക്ക് നിങ്ങളെ ധൈര്യത്തോടെ നയിക്കാൻ ഒരു
തേരാളിയായി ഞാനുമുണ്ട് നിങ്ങൾക്കൊപ്പം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഊർജത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു സാധാരണക്കാരനിൽ നിന്നും പ്രപഞ്ചത്തിലേക്ക് ഊർജം പ്രവഹിപ്പിക്കുന്ന ഒരു ജനറേറ്റർ, നമ്മൾ ഊർജം സ്വീകരിക്കല്ല, നമ്മൾ കൊടുക്കുക എന്ന നിലയിലേക്ക് നമുക്ക് എങ്ങനെ മാറാൻ കഴിയും എന്നുള്ളത് നമ്മൾ പഠിക്കും. നിങ്ങളുടെ അസ്തിത്വത്തിനെ മാറ്റാൻ പോകുന്ന ആ വലിയ രഹസ്യത്തിലേക്ക് ഉത്സാഹത്തോടു കൂടി കാത്തിരിക്കുക.